ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കണം, അതായത് ഹൃദയം പൊട്ടിപ്പോകാതിരിക്കണം. പലരും ഹൃദയത്തിന്റെ ഭാരവും അസ്വസ്ഥതയും പേറി ഹൃദയം പൊട്ടിയാണ് മരിക്കാറ്. അതൊരു പക്ഷേ ജപ്തി നടപടിയായിരിക്കാം, വലിയ കടബാധ്യതയായിരിക്കാം, മക്കളുടെ പ്രശ്നങ്ങളാകാം, ജീവിത പങ്കാളിയുടെ പ്രശ്നങ്ങളാകാം, ഇനി എന്ത് ചെയ്യും എന്നുള്ള നിരാശയാകാം. ഇങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയോട് നമ്മൾ എത്ര ആശ്വാസവാക്ക് പറഞ്ഞാലും അത് താൽക്കാലികം മാത്രമാണ്. ഹൃദയത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ ഒരുപക്ഷെ ഒരു ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധന് സാധിക്കുമായിരിക്കാം. പക്ഷെ ഹൃദയത്തിന്റെ ഭാരം, അസ്വസ്ഥത എടുത്തു മാറ്റാൻ അത് സൃഷ്ടിച്ചവന് മാത്രമേ സാധിക്കുകയുള്ളൂ. യേശുവിന്റെ മരണശേഷം ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്ന ശിഷ്യന്മാര് തങ്ങളെ ഏൽപ്പിച്ച ദൗത്യം മറന്ന് തങ്ങളുടെ കുടുംബം പോറ്റാനായി വീണ്ടും വലയിടാൻ പോവുകയാണ്. യേശു പൊക്കി പറഞ്ഞ പത്രോസ് പോലും പോയി. വിദഗ്ധരായ മുക്കുവന്മാർക്ക് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. ഈ സമയത്ത് ഉദ്ധാനം ചെയ്ത യേശു പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്. അത് മനസ്സിലാക്കിയാൽ ഹൃദയത്തിൽ ഒരിക്കലും ഭാരമുണ്ടാവുകയില്ല. യേശു അവരോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകരുത്. കാരണം ഹൃദയം അസ്വസ്ഥമായാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഒരുപക്ഷെ നമ്മൾ ഹൃദയം പൊട്ടി മരിച്ചെന്ന് വരാം. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ടെന്ന് യേശു പറഞ്ഞതിന്റെ കാരണം യേശു പറയുന്നത്, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുവിൻ. അതായത് അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കുന്ന യേശുവിലേക്ക് ഒരു വ്യക്തി എന്ന് തിരിയുന്നുവോ, എന്റെ ഈ പരിഹരിക്കാൻ പറ്റാത്ത എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാവുന്നവൻ എന്ന് ഏൽപ്പിക്കുന്നുവോ, പിന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ എത്ര പ്രശ്നം വന്നാലും, വലിയ രോഗം വന്നാൽ പോലും അവനെപ്പോഴും സന്തോഷം നിറഞ്ഞവനായിരിക്കും. ഇങ്ങനെ യേശുവിലുള്ള അടിയുറച്ച വിശ്വാസം വഴി നമ്മുടെ ജീവിതം എപ്പോഴും സന്തോഷം നിറഞ്ഞതായിരിക്കട്ടെ. നല്ലൊരു ജീവിതം ആശംസിക്കുന്നു.